അമ്മൂസ് കിച്ചണിലേക്ക് വീണ്ടും എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഐറ്റം എന്താണെന്ന് ചിക്കൻ കറിയാണ്. അത് വളരെ വ്യത്യസ്തകരമായ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ ടിപ്പ് ലാസ്റ്റ് പറയുള്ളത്, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് നല്ലൊരു കറിയാണ്. ചപ്പാത്തി, അതുപോലെ റൈസ്, പൊറോട്ട അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡിഷാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. നമുക്ക് ആവശ്യമായത് 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല അടിപൊളി പീസുകളാണ്, ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് 8 ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അതിനെ ചെറുതായി അരിഞ്ഞു വയ്ക്കണം, അത് പിന്നീട് നമുക്ക് ചെയ്യാം. ഇനി ബാക്കിയുള്ള മസാലകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഗ്രാമ്പൂ, ജീരകം, കസ്തൂരി മേത്തി. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. നല്ലൊരു ഫ്ലേവർ കിട്ടുന്ന സംഗതിയാണിത്. പിന്നെ മുളക് പൊടി, ഇത് മസാലക്കൂട്ടുകളാണ്, അതായത് ഗരം മസാലക്കൂട്ടുകളാണ്, എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഈ കറി ഉണ്ടാക്കാൻ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നപ്പം ജീരകം, അതുപോലെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, 5-6 ഗ്രാമ്പ് എടുത്തിട്ടുണ്ട്, 2 പട്ട, കറുവപ്പട്ട, അതുപോലെ ബേ ലീഫ് 2. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത്. നമ്മുടെ പ്രൊസീജിയർ തുടങ്ങാൻ. ഇതുപോലെ നമ്മൾ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി കുക്കിംഗ് തുടങ്ങാം. വലിയൊരു കുക്കർ എടുക്കുക, 5 ലിറ്ററിൻ്റെ. അതിലേക്ക് 5-6 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിക്കുക. നല്ല ചൂടാവുന്ന സമയത്ത് ജീരകം അതിലേക്ക് ഇടുക, അതുപോലെ ഏലക്കായ, മറ്റേ കറുവപ്പട്ട, ബേ ലീഫ്, ഗ്രാമ്പൂ, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവട്ടെ. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് നന്നായിട്ട് ചൂടാവട്ടെ കേട്ടോ. അതിന് ശേഷം നമുക്ക് മറ്റുള്ള പ്രോസസ്സിലേക്ക് കിടക്കാം. അരിഞ്ഞു വെച്ച ഉള്ളി കുക്കറിലോട്ട് നമുക്കിടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം. കരിയാതെ സൂക്ഷിക്കുക, കാരണം കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ്റെ ടേസ്റ്റേ വ്യത്യാസപ്പെടും. സോ ഞാൻ പറഞ്ഞത് വളരെ വ്യത്യാസമാണ് കിട്ടും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മുന്നേറ്റ് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട് ഇപ്പം. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ഇട്ട് കൊടുക്കുക. സ്പൂണിൻ്റെ അളവ് നിൽക്കുക കേട്ടോ. അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക, അത് നന്നായിട്ട് മിക്സ് ആവട്ടെ. കൂടെ നമുക്ക് അതിൽ വേണ്ട ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് വീണ്ടും പറഞ്ഞുതരാം. ആവശ്യമുള്ള നമുക്ക് 2 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിടാം, കാരണം ഓരോരുത്തർ ടേസ്റ്റ് കുറഞ്ഞും കൂടിയിരിക്കും. അതനുസരിച്ചിട്ട് എങ്ങനെ വേണോ അതുപോലെ ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കുക. ഇതിലേക്ക് 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. 2 സ്പൂണ് കാശ്മീരി മുളക്, നല്ല എരിവുള്ള മുളകാണ് പിന്നെ ഇടുന്നത്, 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമുക്ക് മല്ലിപ്പൊടി 2 സ്പൂണ് അതിലേക്ക് ചേർക്കാം. നമ്മൾ ചേർത്ത മസാലകളെല്ലാം ചേർത്ത് ഉള്ളിയുടെ കൂടെ നന്നായിട്ട് അത് മിക്സപ്പ് ആക്കുക. നന്നായിട്ട് ചേരുവ ചേർന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഏകദേശം നല്ലൊരു കളറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, അടിപൊളി കളറാണ്. നമുക്കിത് വേവാനായി അതിൻ്റെ മേലൊരു മൂടി വെച്ച് കുറച്ച് നേരത്തേക്ക് അതിന് വേവാൻ അനുവദിക്കാം. ശേഷം കസ്തൂരി മേത്തി അതിൽ തൂവാം. അത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ ഇടാം, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അതിന് ശേഷം നമ്മൾ കഴുകി വെച്ച ചിക്കൻ ഈ കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ മിക്സപ്പ് ആക്കുക. ഇട്ട മസാലയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി വയ്ക്കുക. വെച്ചതിന് ശേഷം മിക്സിങ്ങിൽ നന്നായിട്ട് ചേരട്ടെ, കാരണം മിക്സിങ്ങിലാണ് കിടക്കുന്നത്. അതുപോലെ ചിക്കൻ്റെ പീസുകളും അത്ര വലുതല്ല, നോർമലാണ്. കുക്കറിന് നമുക്ക് മൂടി വയ്ക്കാം ഒരു 3 വിസിൽ വരുന്നവരേക്കും. അപ്പോഴേക്കും നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, നന്നായിട്ട് വെന്തിട്ടുണ്ട്. മസാലയെല്ലാം ചേർന്ന് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ കളർ കണ്ടറിയാം, അടിപൊളി കളറാണ്. അതിലേക്കൊരു 1.5 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ,
കാരണം നമുക്ക് റൈസിൻ്റെ കൂടെയും ചപ്പാത്തി അല്ലെങ്കിൽ പൊറോട്ട കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പരുവത്തിലാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇല്ല വരട്ടുന്ന രീതിയിൽ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. ഇതിന് 1-2 മിനിറ്റിന് നമുക്ക് തുറന്ന് വച്ചിട്ട് വേവിക്കാം. അതിനെ വേവിച്ചതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച മല്ലിയിലൊക്കെ നമുക്കതിൽ തൂവാം. നല്ല ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ടുണ്ട്, കാണാൻ തന്നെ ചന്തമുണ്ട്. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും ചിക്കൻ കറി. വേറെ പാത്രത്തിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ല, കളർ കണ്ടാൽ തന്നെ നാവിലിങ്ങനെ കപ്പലോടും ആ വിധത്തിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ ടിപ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ പച്ചമുളകോ തക്കാളിയോ ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും ഗംഭീരമായ സംഗതി. ഈ പറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് നിങ്ങൾക്ക് നല്ല അടിപൊളി ചിക്കൻ കറി ഇതുപോലെ ഉണ്ടാക്കാം. അതിന് പച്ചമുളകോ തക്കാളിയോ ആവശ്യമില്ല, ഓപ്ഷനാണ് ഇതെല്ലാം. കാരണം ഓരോരുത്തരുടെ ഇഷ്ടപ്രകാരം അതെങ്ങനെ വേണം ചെയ്യാം. പക്ഷേ ഇത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. എല്ലാവരും നോർമൽ ചെയ്യുന്നത് തക്കാളിയും ഈ പച്ചമുളകെല്ലാം ചേർത്തിട്ട് നല്ല രീതിയിൽ പച്ചമുളക് ചേർക്കും. സോ എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. See you on next video. Bye bye. Thank you for watching.